ദക്ഷിണാടി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു അനാർക്കലി കുർത്തിയാണ്. അനാർക്കലി കുർത്തി മാത്രമല്ല, 16 പാനൽ നമ്മൾ അനാർക്കലി കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ഞാനപ്പോൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം ഞാനിവിടെ ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ അനാർക്കലി കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടി ബ്ലാക്കിൻ്റെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഈ തളർന്ന് കിടക്കുന്ന ഒരു പ്ലെയിൻ മെറ്റീരിയലാണ്. അതിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അതേപോലെ ഷോൾ എടുത്തിട്ടുണ്ട്. ഷോളിന് ഞാൻ എടുത്തേക്കുന്നത് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അതേപോലെ ഞാനിതേപോലെ ബ്ലൂ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതും ഇച്ചിരി ഒരു സിൽക്കിഷായിട്ട് കിടക്കുന്നത് ഒരു തളർന്ന ഒരു ടൈപ്പ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് നേരത്തെ എടുത്തതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നീല മെറ്റീരിയൽ ബോർഡർ വെക്കാൻ വേണ്ടിയാണ്. അതേപോലെ നമ്മളിതേപോലെ പീക്കോക്കിൻ്റെ 3 പാച്ചസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ എൻ്റെ കയ്യിൽ മയിൽപ്പീലിയുടെ ഒരു 3 പാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തേക്കുന്നു. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ഒരു ലേസാണ്. അപ്പം ഞാനിത് കുറേ ഒത്തിരിയാണെങ്കിൽ ബണ്ടിലായിട്ട് ഞാൻ ഇതേപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് തന്നെ കുറച്ച് ഞാൻ വേറെ ഓരോന്നൊക്കെ തയ്ച്ച് ഞാൻ എടുത്തു. ബാക്കി ഇത്രയാണേ ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉള്ളതുപോലെ വെക്കാവാണ്. അപ്പോൾ ഇതിൻ്റെ ലേസ് ഷോളിനും വരുന്നുണ്ട്. അതേപോലെ സ്കേർട്ടിൻ്റെ ആ ഭാഗത്ത് നമ്മളിതേപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്കേർട്ടിന് നമ്മൾ ഈ ബ്ലൂ ഫാബ്രിക് വെച്ചിട്ട് സ്കേർട്ടിന് നമ്മൾ ബോർഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഷോളിന് നമ്മൾ ബോർഡർ ചെയ്യുന്നുണ്ട്. അനാർക്കലി മോഡൽ കുർത്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുന്നിൽ 8 പീസും ബാക്കിൽ 8 പീസും വെച്ച് 16 പാനലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ സാധാ ചുരിദാറൊക്കെ 4ആയിട്ട് മടക്കുന്നത് പോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാനവിടെ ഷോൾഡറിനൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് യോക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ 13 ഇഞ്ചാണ് ലെങ്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 14 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം ഇതിൽ കൂടുതൽ അനാർക്കലിക്ക് ലെങ്ത് എടുക്കണ്ട. അപ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി ലെങ്ത് വേണ്ട. യോക്കിന് കുറച്ച് ലെങ്താണ് അനാർക്കലിക്ക് ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ താഴത്തെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 1 ഇഞ്ചോടെ കൂട്ടി 14 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ്. താഴത്തേക്ക് അതുപോലെ തന്നെ സെയിം 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈൻ വരച്ചിട്ട് അപ്പം നമുക്ക് അവിടെ ഒരു ചെസ്റ്റിൻ്റെ ലൈൻ കിട്ടും. ഇനി എന്നിട്ട് നമുക്ക് അതേ തന്നെ സെയിം 6.5 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കവിടെ നമ്മുടെ എത്രയാണോ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം അതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നത് 40 ചെസ്റ്റാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് അതും മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മുടെ ആ വേസ്റ്റ് വണ്ണത്തിൻ്റെ ആ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് വളച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു ഷേപ്പ് തോന്നാൻ വേണ്ടിയാണ്. അപ്പം നേരെ മാർക്ക് ചെയ്യുമ്പം അത് ഒരു ഷേപ്പ്ലെസ് ആയിട്ട് തോന്നും. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊന്ന് വളച്ച് മാർക്ക് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുവേ. ഇനി എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആം ഹോളൊന്ന് നമുക്ക് വരയ്ക്കണം. കറക്റ്റായിട്ടൊന്ന് വരയ്ക്കണം. അതിന് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3.25 അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ആം ഹോളിൻ്റെ കർവ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ആം ഹോളിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യാനുള്ളത് ഇതിപ്പം നമ്മുടെ ബാക്ക് പാർട്ടാണ്. അപ്പം നമ്മളിനി ഫ്രണ്ട് പാർട്ടാണ് നമ്മളിനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4ആയിട്ടാണ് നമ്മൾ തുണി മടക്കി വയ്ക്കുന്നത്. അതും ഒന്ന് ഓർത്തണം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി 1 ഇഞ്ച്
നീളത്തിലും 1 ഇഞ്ച് നമ്മൾ താഴത്തെ ആ ഭാഗത്തും നമ്മളൊന്ന് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ സെയിം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഫ്രണ്ടും ബാക്കും ഒറ്റ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതാദ്യം ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് ഞാനൊന്ന് പറയുന്നത്, ഞാൻ ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യാം. ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യുന്നില്ല. ഇനി എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ കൈക്കുഴി കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിനകത്ത് നിന്ന് ഒരു ഭാഗം അങ്ങ് മാറ്റിയിട്ട്, അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗം അങ്ങ് മാറ്റിയിട്ട് എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ബാക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്തിരിക്കുകയായിരുന്നു, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതാണ് ബാക്ക്, അത് ഞാനങ്ങ് അത് ഫ്രണ്ട്, അത് ഞാൻ മാറ്റിയിട്ട് ഇനി എന്നിട്ട് നമുക്ക് ബാക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്യണം. നമ്മൾ ആ 1 ഇഞ്ച് കട്ട് ചെയ്തത് മാറ്റിയിട്ട് ബാക്ക് നമ്മളങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ബാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ ബാക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഫ്രണ്ടും ബാക്കും കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പം നമുക്ക് കറക്റ്റ് ചെയ്ത് പിന്നെ മാറ്റാൻ പറ്റാവുന്നതാണ്. ബാക്കിൻ്റെ അതനുസരിച്ച് നമുക്ക് ഫ്രണ്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പം ബാക്കാണെന്നറിയാൻ വേണ്ടി ബാക്ക് ഞാനാണെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ വെട്ടും നെക്കിൻ്റെ ലെങ്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യും. ഞാനപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് ഞാനിതിൽ ചെയ്യുന്നത്. ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ച്, നെക്കിൻ്റെ വിട്ട് 3 ഇഞ്ചും വെച്ചിട്ട് ഞാൻ ഇതേപോലെ ബോക്സ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തൊരു യു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് ബാക്കും ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ബാക്കും ഫ്രണ്ടും സെയിം വിഡ്ത്തിലും നെക്കിൻ്റെ ലെങ്തും നെക്കിൻ്റെ വിഡ്ത്ത് സെയിം തന്നെ വെച്ചിട്ട് ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ നമുക്ക് ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പീസിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടേ ചെയ്യാവൂ. നമ്മൾ ബാക്ക് പീസിൽ ഷോൾഡറിന് 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രണ്ട് പീസിൽ നമ്മളിടണം. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ലെങ്തും പിന്നെ ചെസ്റ്റിൻ്റെ ലൈനും ഒക്കെ മാർക്ക് ചെയ്യുക. അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ബ്ലൗസിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ബസ്റ്റ് പോയിൻ്റ് നമ്മൾ എടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് നമ്മുടെ ബസ്റ്റിൻ്റെ പോയിൻ്റ് എവിടെയാണോ അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതാണ് ബെസ്റ്റ് പോയിൻ്റ് എന്ന് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവുകളായിരിക്കും. അപ്പോൾ ലാർജ് സൈസിൽ എൻ്റെ സൈസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇതിൽ മാറ്റം വരാം. ഇനി എന്നിട്ട് നമ്മുടെ ആ ഭാഗത്തെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ആ പിന്നെ ആം ഹോളിൻ്റെ സെൻറ്റർ അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആം ഹോളിൻ്റെ സെൻറ്ററും നമ്മുടെ ആ ബസ്റ്റിൻ്റെ പോയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്തെന്ന് വരയ്ക്കുക. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. താഴത്തേക്ക് നമ്മൾ മുകളിലെടുത്ത 4 ഇഞ്ച് ചെസ്റ്റിൻ്റെ വിഡ്ത്തില്ലേ, അത് തന്നെ സെയിം താഴേക്കും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നമുക്കൊന്ന് വളച്ച് ഈ 3 പോയിൻ്റ് നമുക്കൊന്ന് വളച്ചൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോഴങ്ങനെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് കിട്ടുന്നത്. അപ്പം ഇതിങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് ഇതുപോലെ ആം ഹോൾ കർവ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2 പോയിൻ്റ് തമ്മിലൊന്ന് വളച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമേ. അപ്പം ഞാനിത് പിന്നെ ഒന്നാമത് ക്രേപ്പിൻ്റെ മെറ്റീരിയലല്ലേ ലൈനിങ്, അപ്പം വളച്ചിട്ട് വ്യത്യാസം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആം ഹോൾ കർവ്. അപ്പോൾ ആം ഹോൾ കർവ് നമുക്കിതുപോലെ ഒത്തിരി യൂസിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ കണ്ടോ ഞാൻ മറ്റേ സൈഡിലേക്ക്
ഓപ്പൺ സൈഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 1 ഇഞ്ച്. എന്നിട്ട് നമ്മൾ മുകളിൽ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്കൊന്ന് കൂട്ടിമുട്ടിച്ചൊന്ന് വരയ്ക്കുക. അതും ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നമുക്ക് 2 ലൈനും തമ്മിലൊന്ന് വരച്ചെടുക്കണം. അപ്പം നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററിലേക്ക് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ ആ ഭാഗം നമുക്കങ്ങ് കളയണേ. അപ്പോൾ താഴേന്ന് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ വരെ ഒന്ന് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ നമുക്കവിടെ ഒരു തുണ്ട് പീസ് കിട്ടുമല്ലോ, ആ പീസ് നമുക്ക് വേണ്ട, അതും കളയണം. അപ്പോൾ നമുക്കങ്ങനെ ഫ്രണ്ടിലേക്ക് 3 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 3 പീസും നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പിന്നെ നല്ല തുണിയുമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് 3 തുണിയും തമ്മിൽ നമുക്ക് ഫ്രണ്ടിനേക്കും കട്ട് ചെയ്തെടുക്കണം. അതേപോലെ ബാക്ക് പീസ് വെച്ചിട്ട് ബാക്കിൻ്റെ നല്ല പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ലൈനിങ് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി എന്നിട്ട് അടുത്ത നമ്മൾ നല്ല പീസിൽ നല്ല തുണിയിൽ നമ്മുടെ ചുരിദാർ തയ്ക്കുന്ന കുർത്തി തയ്ക്കുന്ന നല്ല തുണിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പം ഇതിന് ഞാനിങ്ങനെ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി, അപ്പോൾ 4ആയിട്ട് മടക്കി. അപ്പോൾ ആ കിട്ടുന്ന ലെങ്ത് ഞാനങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കവിടെ 22 ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട്. അത് ഞാനങ്ങ് എടുക്കുകയാണ്. ഞാൻ ഇതേവരെ എനിക്ക് ഫുൾ സ്ലീവ് തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഫുൾ സ്ലീവ് ഇട്ടിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ലെങ്ത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുള്ള ലെങ്ത് അങ്ങ് എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. അങ്ങനെ ഞാൻ ആ 23 ഇഞ്ച് ഫുള്ള് എടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ കൈ ജോയിൻ്റ് ചെയ്യാൻ വേണമല്ലോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സൈഡിലേക്ക് നമ്മുടെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണം. അവിടുന്ന് 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വരച്ച 3 ഇഞ്ചും ആ കോർണർ ഭാഗവും കൂടെ തമ്മിൽ കൂട്ടി ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സെയിം നമ്മൾ മറ്റേ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ളേ. അങ്ങനെ നമ്മൾ സ്ലീവ് അത് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ ആ വരച്ച ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ സെൻറ്ററും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ആ സ്ലീവ് ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഒന്ന് മാറ്റി മാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗത്ത് അതേപോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ഒരു പഫ് പോലെ വരും, അത് വൃത്തികേടായിരിക്കും. അപ്പോൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വളച്ച് നമ്മുടെ ആ സെൻറ്റർ മാർക്ക് ചെയ്തില്ല അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ആ 3 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കണം. അപ്പം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആ 1/2 ഇഞ്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്താൽ നമുക്കവിടെ ഒരു പഫ് പോലെ ഒരു കൊമളിപ്പ് കാണും, അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്നിട്ട് നമ്മുടെ ചെറിയ സ്ലീവ് 3/4 സ്ലീവ് ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ താഴത്തെ കൈയുടെ വണ്ണവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് നിങ്ങളുടെ അളവിൽ തന്നെ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പോലെ 3/4 സ്ലീവിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴത്തെ നമ്മുടെ കൈയുടെ അറ്റത്തെ അളവെടുത്തിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണേ. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കണം. ഇത് നമ്മളിപ്പോൾ വളച്ച് മാർക്ക് ചെയ്തല്ലോ, എന്നിട്ട് നമ്മുടെ ആ ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ആ ഭാഗം ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് മുകളിലത്തെ ആം ഹോൾ വേണ്ടത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ അവിടെ തയ്യൽ തുമ്പ് തികയാതെ വരുവേ. അതെല്ലാവരും ഒന്ന്
കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് വെട്ടാൻ. അപ്പം ഞാൻ വെട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം നമ്മുടെ മുകളിലത്തെ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണേ. ഇനി എന്നിട്ട് നമുക്ക് നല്ല തുണിയിൽ തന്നെ നമ്മുടെ സ്കേർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 തുണിയുടെ ബാക്കി വരുന്ന തുണിയെല്ലാം നമുക്കിനി സ്കേർട്ടിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ തുണിയുടെ 2 അറ്റം ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ആദ്യം ഒന്ന് 4ആയിട്ട് മടക്കിയിടണം. എന്നിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ മടക്കിയിടത്തില്ലേ, ആദ്യം 2ആയിട്ട് മാർക്ക് ചെയ്യുക. മടക്കിയിട്ടിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മളിതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചുരിദാറിൻ്റെ ഫുൾ സ്ലീവ് എടുത്തപ്പോൾ ആ സൈഡ് വെട്ടിയത് കൊണ്ടാണ് നമുക്കൊരു അവിടെ വളഞ്ഞൊക്കെ ഇരിക്കുന്നത് ഒരു സൈഡിൽ. എന്നിട്ട് ഇപ്പം 4ആയിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഒന്നും കൂടെ മടക്കുക. നമ്മൾ 4ആയിട്ട് മടക്കിയ ഭാഗം ഒന്നും കൂടെ മടക്കുമ്പോൾ നമുക്ക് ഇപ്പം 8ആയിട്ട് നമ്മൾ മടക്കി. ഇനി എന്നിട്ട് നമ്മൾ ആ മടക്കിയതിനെ ഒന്നും കൂടെ മടക്കണം. ഇപ്പം നമ്മൾക്ക് 8ആയിട്ട് നമുക്ക് ഇപ്പം 8ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഈ മടക്ക് തന്നെ വെച്ച് ഒന്നും കൂടി ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കുമ്പം നമ്മൾ തുണി ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളപ്പോൾ ആ മടക്കുന്നത് പോലെ തന്നെ നമ്മുടെ തുണി അടിയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മടക്കാൻ. എന്നിട്ട് അതെല്ലാം പിടിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മടക്കുക. അപ്പം നമ്മളിപ്പോൾ 16 ഇതായിട്ട് മടക്കിയിട്ടുണ്ട്. 8 ഭാഗം മുന്നിലും ബാക്കിലും 8 ഭാഗം വെച്ച് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ മുകൾ വശം ഞാൻ ലെവലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 1/2 ഇഞ്ച് നമുക്ക് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം മാർക്ക് ചെയ്യണം. അപ്പം നമ്മളിവിടെ 16 പാനലായിട്ട് നമ്മൾ മടക്കിയിട്ടിട്ട് വേണം നമ്മൾ ആദ്യം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മുടെ താഴത്തേക്കുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ 35 ഇഞ്ച് ലെങ്തിൽ ഞാനങ്ങ് മാർക്ക് ചെയ്യുവാണ്. അപ്പം നമുക്കിത് ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇപ്പോൾ 34 ഇഞ്ചാണ് ലെങ്ത് വേണ്ടതെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂട്ടി 35 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ആ അടിഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാനലും കട്ട് ചെയ്യുമല്ലേ, അപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയും. ഇനി എന്നിട്ട് ഞാനിതേപോലെ ഒരു അളവുകൾ എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ പാനൽ കട്ട് ചെയ്യാൻ പോകണം. ഓരോ പാനലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി സ്മോള്, മീഡിയം, ലാർജ്, XL, XXL എന്നിതിനുള്ള അളവുകളാണ് ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. സ്മോൾ ആണെങ്കിൽ നമ്മൾ 1.5 വെച്ച് കട്ട് ചെയ്യണം. മീഡിയം, ലാർജ് ആണെങ്കിൽ 1.75, XLും XXലും ആണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ തുണിയിൽ കട്ട് ചെയ്യുന്ന അളവുകളാണ്. അപ്പം ഈ 1.5 എന്തുവാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്മോളാണ്, ഞാനിപ്പോൾ ലാർജിലല്ലേ തുണി തയ്ക്കുന്നത്, അപ്പം ഞാൻ 1.75 എടുത്തു. അപ്പം എന്നിട്ട് ആ 1.75 നമ്മൾ 16 പാനലല്ലേ നമ്മുടെ കുർത്തി, അപ്പോൾ 8 പീസ് ഫ്രണ്ടിലും വരും, 8 പീസ് നമുക്ക് ബാക്കിലും വരും. അപ്പോൾ ആ 1.5 നമ്മൾ 8 കൊണ്ടൊന്ന് ഗുണിക്കണം. 1.5 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. അപ്പോൾ 14 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ഫ്രണ്ടിലും കിട്ടും, 14 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ബാക്കിലും കിട്ടും. അപ്പോൾ നമ്മളിതെല്ലാം ഓരോ പാനലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ അതാണ് ഈ മാർക്കിങ്. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ വേറൊരളവ് എടുത്ത് നോക്കിയാൽ നമ്മൾ 1.5 ആണ്. ഇപ്പം നമ്മൾ സ്മോൾ ആണെങ്കിൽ സൈസെങ്കിൽ 1.5 എടുക്കുന്നതെന്ന് വെച്ചോ. 1.5 ഇപ്പം 16 പാനൽ തന്നെയാണെങ്കിൽ 8 വെച്ച് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ 8 പാനലായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 ഇഞ്ച് വിട്ട് ആ സ്കേർട്ടിൻ്റെ വിട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ പാനലായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാമേ. അപ്പോൾ ഒന്നുമില്ല, സ്മോൾ ആണെങ്കിൽ 1.5, മീഡിയം ലാർജ് ആണെങ്കിൽ 1.75, XL XXL ആണെങ്കിൽ 2 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെങ്ങനെ നമ്മൾ തുണിയിലൊന്ന് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പം നമുക്ക് ലാർജ് അല്ലേ, അപ്പോൾ 1.75 വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് 1.75 ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട്
താഴോട്ട് വന്നിട്ട് നമ്മുടെ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് 1.75 ഇങ്ങോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഈ 2 മാർക്കിങ്ങൂടെ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 8 പാനൽ, ബാക്കിലും 8 കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ കൈകൊണ്ട് മാർക്ക് ചെയ്യരുത്. കൈകൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളഞ്ഞു പോകും. അപ്പം നമുക്ക് പിന്നെ തുണി പിന്നെ കളയാനേ പറ്റുള്ളൂ. അപ്പം നമ്മളത് കറക്റ്റ് പിടിച്ചിട്ട് നമ്മുടെ സ്കെയിലും കൊണ്ട് മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് ഞാൻ താഴ്ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ലെങ്ത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട്, അപ്പം നല്ല മൂർച്ചയുള്ള സിസറാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ പതുക്കെ കട്ട് ചെയ്യണം. പെട്ടെന്ന് കട്ട് ചെയ്യാൻ നോക്കരുത്, പതുക്കെ കട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മൾ സമയമെടുത്ത് പതുക്കെ നമ്മൾ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിത് പിന്നെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല പാടായിരിക്കും. അങ്ങനെ പതുക്കെ നമ്മൾ തുണി പിടിച്ച് നല്ല കറക്റ്റായിട്ട് ഞാനിതുപോലെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെട്ടും ബാക്കിലെട്ടുമായിട്ട് നമുക്ക് കിട്ടും. ഇത് ഞാനൊന്ന് ഒരു ഭാഗം ഞാൻ ഇതേപോലെ നിലത്തൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഒരു 8 പാനലെടുത്ത് മാറ്റിയിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. നടുക്ക് ഏത് വേണം, സൈഡിൽ ഏത് വേണം എന്നൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് എടുക്കാവുന്നതാണ്. ഇതേപോലെയാണ്. അപ്പം ഞാൻ ഇരിക്കുന്ന ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും സ്ഥലമേ ഉള്ളേ. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇതെടുക്കുക. എന്നിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുകൾ വശം കറക്റ്റായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ മുകൾ വശം നല്ല ലെവലിൽ പിടിച്ചിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഒന്ന് പിൻ ചെയ്യണം. മുകൾ ഭാഗം മാത്രം ഒന്ന് പിൻ ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ താഴോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്നും ഒരു കാരണവശാലും ഏറ്റക്കുറച്ചിൽ വരരുത്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ അളവനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പം നമുക്ക് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവുക. താഴെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ലെവലിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് പിൻ ചെയ്തിട്ട് വേണം ഇതേപോലെ 1/2 ഇഞ്ചിൽ നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ പാനലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ഫ്രണ്ടും ബാക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ എലൈൻ രീതി സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അംബ്രല്ല രീതി സ്റ്റിച്ച് ചെയ്യാം. അപ്പം 2.5 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണി ഉള്ളത് കൊണ്ട് ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് 2ആയിട്ട് മടക്കി, പിന്നെ ഞാൻ കോണോട് കോൺ ഷേപ്പിൽ ഇതേപോലെ മടക്കി അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗത്തെ വണ്ണം 8.5 ഇഞ്ചല്ലേ നമുക്ക് വേണ്ടത്. ആ 8.5 ഇഞ്ച് നമ്മുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി എന്നിട്ട് അവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് നമുക്ക് ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണേ. നമുക്കിതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ യോക്കിലും ചെയ്തല്ലോ, 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു. ഇത് 1 ഇഞ്ച് താത്തും ഒന്നും മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 1 ഇഞ്ച് താത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി എന്നിട്ട് ആ 1 ഇഞ്ച് താത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വെച്ച് ടേപ്പ് പിടിച്ചിട്ട് താഴേക്ക് നമുക്കൊന്ന് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പം എൻ്റെ സ്കേർട്ടിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 32 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് റൗണ്ടേ നമുക്കൊന്ന് 32 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ സൈഡിൽ വരുമ്പോൾ ഒരു 2-2.5 ഇഞ്ചോ നമ്മളൊന്ന് കയറ്റി മാർക്ക് ചെയ്യണം. കയറ്റി മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ഒരു 2 ഭാഗം തളർന്ന് കിടക്കുക, ക്രേപ്പല്ലേ മെറ്റീരിയൽ. അപ്പോൾ ആ ഭാഗം വരുമ്പോൾ നമ്മളൊന്ന് കയറ്റി 2 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്യണം. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കത് കിട്ടിയില്ലേ. എന്നിട്ട് ഇനി നമ്മൾ മുകൾ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യാൻ മാറ്റണേ. ഇനി എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്
നമ്മുടെ ലൈനിങ്ങിൻ്റെ സ്കേർട്ട് പാർട്ടും പിന്നാണെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ ഒറിജിനൽ കുർത്തിയുടെ സ്കേർട്ട് പാർട്ടും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ രണ്ടിൻ്റെയും സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ലൈനിങ്ങിൻ്റെ ഒരു സൈഡ് നമുക്ക് ക്ലോസ് ചെയ്തായിരിക്കും, ഫോൾഡ് ചെയ്ത ഭാഗമല്ലേ, ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ ആയ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കതൊരു സ്കേർട്ടായിട്ട് കിട്ടും ലൈനിങ്. അപ്പോൾ ലൈനിങ് ഞാനിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കതേപോലെ സ്കേർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ലൈനിങ് നമുക്ക് നമ്മുടെ ഒറിജിനൽ തുണിയുടെ ഉള്ളിലേക്ക് നമുക്ക് കടത്തിയിടണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ സ്കേർട്ട് രണ്ട് സ്കേർട്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തു, ലൈനിങ്ങും നല്ല തുണിയും. എന്നിട്ട് ആ നല്ല തുണിയുടെ അകത്തേക്ക് നമ്മുടെ ലൈനിങ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വേസ്റ്റിൻ്റെ ഭാഗം ചുറ്റിനും, അത് കറക്റ്റല്ലേ, നമ്മളിപ്പോൾ കറക്റ്റായിട്ടാണല്ലോ അളന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുത്താൽ മതി. അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല, അത് നമ്മൾ അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ, ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കാണ്. ബാക്ക് അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ് തുണി നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടല്ലേ വെച്ചേക്കുന്നത്, ആ നെക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനെ സ്റ്റിച്ചിങ് കാണിക്കാത്തത് വേറെ, നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഒത്തിരി വീഡിയോ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് വേറെ 2 പീസ് വരുന്നില്ലേ, അതും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് എടുക്കണം. ഇനി എന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗത്തെ 3 തുണിയും തമ്മിൽ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗം വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അതേപോലെ ഈ മറ്റേ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ കട്ട് ചെയ്ത പീസ് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മുടെ ആ ഷോൾഡർ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സ്ലീവാണ്. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ കുർത്തിയുടെ സെൻറ്ററും വെച്ചിട്ട് 2 ഭാഗത്തേക്കും 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി എന്നിട്ട് നമ്മൾ ബോർഡർ കട്ട് ചെയ്യണം. ആദ്യം നമ്മൾ സ്ലീവിനുള്ള ബോർഡറാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്, സ്ലീവിൻ്റെ അറ്റത്ത്. അപ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ ബോർഡറും കൂടെ വെച്ചിട്ട് വേണം നമ്മുടെ ലെങ്ത് ഒന്ന് അളക്കാനേ. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ഫുൾ ലെങ്ത് എടുത്തിട്ട് അതിനൊരു എത്രയാണോ നമ്മുടെ ബോർഡർ അതൊന്ന് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത് എടുക്കാൻ. എന്ന് വെച്ചാൽ ഈ കുർത്തിയുടെ ഈ ബോർഡറും കൂടെ വരുമ്പോൾ ലെങ്ത് ഒത്തിരി കൂടി പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ചുരുക്ക് പോലെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണേലും ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അറ്റം ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ലെങ്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇതേപോലെ ബോർഡർ വെച്ച് കൊടുക്കുകയാണ്. ബോർഡറിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ആ ബോർഡറിൻ്റെ അറ്റം ഒരറ്റം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് മടക്കുക, പിന്നെ 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ബോർഡർ ഒന്ന് ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് അങ്ങനെ ഞാൻ ബോർഡർ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് ഈ സ്ലീവും നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗവും വേസ്റ്റിൻ്റെ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്യണം. നമ്മൾ പിന്നെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ലീവും അതെല്ലാം വേസ്റ്റ് വരെയുള്ള ഭാഗങ്ങളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒന്ന് വെക്കണം. ആദ്യം ഞാൻ വെച്ചേക്കുന്നത് രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം തമ്മിൽ വെച്ചിട്ട് ഞാൻ ഇതേപോലെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൽ വലിയ കൺഫ്യൂഷനൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളേ. അങ്ങനെ റൗണ്ട് നമ്മൾ കറക്റ്റല്ലേ മെഷർമെൻറ്റ് ചെയ്തേക്കുന്നത്,
അങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് താഴ്ഭാഗത്തെ നമ്മുടെ സ്കേർട്ടിൻ്റെ ബോർഡറാണ് അത്. ഈ ബോർഡറെല്ലാം ഞാൻ 4.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ബോർഡറും സ്കേർട്ടിൻ്റെ ബോർഡറും ഷോളിൻ്റെ ബോർഡറും എല്ലാം ഞാൻ 4.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് താഴ്ഭാഗം നമ്മൾ ഒന്ന് മടക്കി ഒന്ന് തയ്ക്കണേ. അതേപോലെ നേരിയതായിട്ട് നമ്മളൊന്ന് മടക്കി തയ്ച്ചാൽ മതി. നമ്മൾ സ്ലീവ് മടക്കിയതുപോലെ അങ്ങനെ മടക്കണ്ട. ഈ താഴ്ഭാഗത്ത് ഒന്ന് നേരിയതായിട്ട് നമ്മൾ ഇതേപോലെ കുറേ പീസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി എന്നിട്ട് സ്കേർട്ടിൻ്റെ താഴ്ഭാഗവും നമ്മുടെ പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒന്ന് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പീസ് ഒറ്റ പാളിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. 4.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ 3 പീസ് കട്ട് ചെയ്തിട്ടാണ്, 3 അല്ല 4 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ലേസും കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ ഇതേപോലെ ലേസും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേസും കൂടി വെച്ചിട്ട് നമുക്കിതിങ്ങനെ റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ആ നീല മെറ്റീരിയലിൻ്റെ നൂല് പൊങ്ങി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യണേ. നൂലങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണേ. ഇനി എന്നിട്ട് നമ്മളിനി അടുത്ത് ചെയ്യാനുള്ളത് ഷോളാണ്. ഷോളിൻ്റെ പിന്നാണെങ്കിൽ ഇത് ഞാൻ 2.25 മീറ്റർ വെച്ചിട്ട് ഷോള് കട്ട് ചെയ്ത് മാറ്റിയതാണ്, കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഷോളിന് എന്തുമാത്രം വെട്ട് വേണം ഒന്ന് നമ്മുടെ ദേഹത്തൊന്ന് ഇട്ട് നോക്കിയിട്ട് എന്തുമാത്രം വെട്ട് വേണമെന്ന് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്നിട്ട് ഷോളിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ആ ബ്ലൂ പീസിൻ്റെ നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ലേസും പിടിപ്പിക്കുക. അങ്ങനെ ഞാൻ 2 അറ്റഭാഗങ്ങളിൽ താഴെയും മുകളിലുമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുള്ളേ. അങ്ങനെ ലേസും അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്കിത് നല്ല ഭംഗിയായിട്ട് തോന്നി. എന്നിട്ട് ആ പീക്കോക്കിൻ്റെ പാച്ചസ് ഞാനിതേപോലെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെച്ചാൽ മതിയെങ്കിൽ ഒന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്ക് വല്ലതും ചെയ്താൽ മതിയെങ്കിൽ അത് ചെയ്താൽ മതി. ഇതിപ്പം ഷോൾ ഇടാതുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് നല്ല വിരിവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഡമ്മിയിലിട്ട് നമ്മളത് ഷേപ്പ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിരിവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഷോളൊന്ന് ഇട്ടിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഷോളും കൂടി ഇടുമ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോളും കൂടി ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല എനിക്ക് ഈ ബ്ലൂവും ബ്ലാക്കും നല്ല മാച്ചിങ് ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.